നമസ്കാരം. കേരളത്തിൽ ലൈംഗികാതിക്രമ കേസുകളിൽ പ്രതികളായ ആളുകളെയും കൊണ്ട് തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു പാർട്ടിയാണ് CPM. അതിലെ ഏറ്റവും പ്രമുഖനായ ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിനെതിരെ തന്നെ പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരു ആൺകുട്ടി പരാതി കൊടുത്തു എന്ന് MM ലോറൻസ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. MM ലോറൻസ് PT തോമസും ഉള്ളപ്പോഴാണ് അദ്ദേഹം എന്നോട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഫാദർലോൻ്റെ ശിഷ്യനായിരുന്നു രണ്ടുപേരും. ഫാദർലോൻ്റെ മരണശേഷം അവരുടെ ഒരു ചടങ്ങിൽ വെച്ച് ഇവർ രണ്ടുപേരും വന്നപ്പോൾ രണ്ടുപേര് സംസാരിക്കുന്നതിനിടയിലാണ് ഞാൻ ഈ കാര്യം കേട്ടത്. ഞാനും കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനെല്ലാം MM ലോറൻസ് പറഞ്ഞത് ഒരു SFI-കാരൻ പരാതി പിണറായി വിജയനെതിരെ കൊടുത്തിരുന്നു, എന്നാൽ ആ പരാതി ഞാൻ വളരെ തന്ത്രപൂർവ്വം ഒഴിവാക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. അന്ന് കുടുങ്ങേണ്ടതായിരുന്നു പിണറായി വിജയൻ. പിന്നീട് അതേപോലെയുള്ള സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഇപ്പോൾ അദ്ദേഹത്തെ വളർത്തിയെടുത്തൊരു മാഷയുടെ മകനെ അദ്ദേഹം പീഡിപ്പിച്ചു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോഴും മൊഴിയെടുക്കാൻ തയ്യാറാണ് എവിടെയാണെങ്കിലും. അതേ പേടിച്ചോടി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇങ്ങനെയുള്ള ലൈംഗികാതിക്രമങ്ങൾ നടത്തുന്ന നേതാക്കന്മാരുള്ള പാർട്ടിയാണ് CPM. അതിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണ് P ശശി. പെൺവേട്ട എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഹോബിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ്, നായനാരുടെ ഓഫീസിലും അതേപോലെ പിന്നീട് കണ്ണൂർ ജില്ലാ CPM ഓഫീസിലും ഇത് തന്നെയായിരുന്നു പണി. എൻ്റെ ക്രൈമിൻ്റെ ഓഫീസിൽ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, EK നായനാരുടെ ഓഫീസിൽ അദ്ദേഹം പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം ധാരാളം പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തി നശിപ്പിച്ചതിൻ്റെ കൃത്യമായ വീഡിയോസ്, കാസറ്റുകളുണ്ട്. അന്ന് കാസറ്റായിരുന്നു 99. അതൊക്കെ പോലീസ് അന്ന് അർദ്ധരാത്രി എന്നെ കള്ളക്കേസിൽ കുടുക്കി ജൂൺ 30 അർദ്ധരാത്രി എടുത്തുകൊണ്ടുപോയി എന്നുള്ള ചരിത്രമാണ്. ഞാൻ ഒരു കേസിൽ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. അദ്ദേഹം പിന്നീട് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു MLA-യുടെ മകളെ പീഡിപ്പിച്ചു. അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പിണറായി വിജയന്റെ കൈവശമുണ്ട്. അത് കോടതിയിൽ കൊടുക്കാത്തതുകൊണ്ടാണ് കോടതി കേസ് തള്ളിപ്പോയത്. ആ കേസ് തള്ളിയതുകൊണ്ടാണ് P ശശിയെ പാർട്ടി തിരിച്ചെടുത്തത് എന്നാണ് ഏറ്റവും പ്രത്യേകത. എന്തൊരു ഉപകാരസ്മരണയാണ്. പിണറായി വിജയൻ ഇന്ന് ആ പരാതി പുറത്ത് പോലീസിന് കൊടുത്താൽ P ശശി ജയിലിലാവും. അതെന്തെങ്കിലും ആവട്ടെ, നമ്മൾ അതിലേക്കല്ല പോണത്. അങ്ങനെ മുകേഷിനെ നമുക്കറിയാം, അതിലെ ഗണേശനെ നമുക്കറിയാം. സരിതാ നായരിൽ കുട്ടി ഉണ്ടായിട്ടുള്ള ആ ബന്ധത്തിൽ യാമിനി തങ്കച്ചിയുടെ പ്രശ്നത്തിന്റെ കാരണമാണ്. യാമിനി തങ്കച്ചിയുടെ കരച്ചിൽ കേട്ടാണ് ഉമ്മൻചാണ്ടി മാറി നിൽക്കാൻ ഗണേശനോട് പറഞ്ഞു. ആ ഗണേശനാണ് പിണറായി വിജയനോട് ചേർന്ന് നമ്മുടെ സരിതാ നായരോടൊപ്പം ഗൂഢാലോചന നടത്തി 25 കോടി രൂപ കൊടുത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളപ്പരാതി കൊടുത്ത് വേട്ടയാടിയത്. ഇത് ചരിത്രമാണ്. അത് ഞാൻ കൃത്യമായി പറഞ്ഞ കാര്യം പിന്നീട് കേസായി വന്നു. കൊട്ടാരക്കര കോടതിയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഞെട്ടിക്കുന്നതാണ്. ഗണേശനാണ് 5 പേജ് ഉണ്ടാക്കി അവരെ കൊണ്ട് എഴുതിപ്പിച്ചത് എന്നുള്ള കാര്യം പുറത്തു വന്ന കാര്യമാണ്. അതിൽ അദ്ദേഹം പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്നുള്ള അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രം തിരുത്തപ്പെടും. ഇനി അതിന്റെ ജുഡീഷ്യറിയിൽ അട്ടിമറികളൊന്നും നടന്നില്ലെങ്കിൽ. ഇപ്പോൾ ഇത്രയും പറഞ്ഞു വന്നത്, കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിരന്തരമായി പിണറായി വിജയൻ എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് കള്ളപ്പരാതികൾ ഉപയോഗിച്ച് അതേപോലെ ഇല്ലീഗലായി അറസ്റ്റ് നടത്തിയും അദ്ദേഹത്തെ ഇല്ലാത്ത ബലാത്സംഗ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം 3 കേസുകളിലും എടുത്ത 3 കേസുകളും ബലാത്സംഗ കേസല്ല എന്ന് ജാമ്യവിധിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് കിട്ടിയ ഒരു പരാതിയാണ് PT കുഞ്ഞമ്മദ് എന്ന് പറയുന്ന മുൻ MLA കുറിച്ചുള്ള പരാതി. അദ്ദേഹം സിനിമാ രംഗത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള ധാരാളം പരാതികൾ എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. പല സിനിമാ നടികളും പുതുമുഖ നടികളും എൻ്റെ അടുത്ത് പരാതി മുമ്പ് തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ പിന്നാലെ പോവാതിരുന്നത് എല്ലാത്തിനും നമ്മൾ പോയി കഴിഞ്ഞാൽ എന്തിനാണത് എന്നുള്ളത് കൊണ്ടാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, ഒരു കലാകാരൻ എന്നുള്ള ഒരു MLA എന്നുള്ള രൂപത്തിലൊക്കെ അദ്ദേഹത്തോട് ചെറിയൊരു സ്നേഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എല്ലാ കാര്യത്തിനും പിന്നാലെ പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ടാണ് ഞാനത് വിട്ടുകളഞ്ഞു. ഇന്നിതാ സധൈര്യം ഒരു പെൺകുട്ടി, ഡോക്ടർ ആശ ആച്ചി ജോസഫ്, PT തോമസിനെതിരെ കേസ് കൊടുത്ത ആള് പുറത്തു വന്നിരിക്കുകയാണ്. പിണറായി വിജയൻ ഇവരോട് കാണിച്ചത് എന്തുമാത്രം ക്രൂരതയാണ്. ആ പരാതി കിട്ടിയ ഉടനെ PT തോമസിനെ പിടിച്ചു കൊടുക്കാൻ CPM-ന് കഴിയുമായിരുന്നില്ലേ? ഇത്തരത്തിലുള്ള ലൈംഗികാതിക്രമം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വേണോ? പിണറായി വിജയന്റെ മാർക്സിസ്റ്റ് പാർട്ടിയില്ലേ, അവിടെ പിടിച്ചു വെക്കുക, പോലീസിനെ വിടുന്നുണ്ട് പറഞ്ഞിട്ട് പിടിച്ചു വെച്ചാൽ പോരെ? എന്തുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് പോയില്ല? ഇന്ന് അതിന്റെ യഥാർത്ഥ മുഖം പിണറായി എന്ന് പറയുന്ന ഇരട്ട മുഖമുള്ള ഒരാളുടെ 2 നീതി 2 പേർക്ക്. മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ബലാത്സംഗം ചെയ്താൽ എല്ലാവിധത്തിലും പിണറായി വിജയൻ ഒത്താശ ചെയ്തു കൊടുക്കും, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് ഇരുത്തും ചെയ്യും. അങ്ങനെയുള്ള സ്ഥലത്താണ് പ്രദീപിനെ പോലെ ആളുകൾ ഇരിക്കുന്നത് എന്ന് പറയുന്നത്. പ്രദീപ് ആ കൂട്ടത്തിലേക്ക് പോയോ, ഇത്തരം കള്ളന്മാരുടെ കൂടെ പോയോ എന്നുള്ളതാണ് ചോദ്യം. എൻ്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരാളാണ് നമ്മുടെ പ്രദീപ് MLA, കോഴിക്കോട് MLA എന്ന പ്രദീപ്.
നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളാണ്, കാരണം വ്യക്തിത്വമുള്ള ഒരു നേതാവ്. പക്ഷെ പിണറായി വിജയന്റെ ഓഫീസിൽ അവിടെ പോയി അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയതോടെ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും പോയി. പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവൻ കേരളം ഭരിക്കുമ്പോൾ ഇതൊക്കെ ഉണ്ടാകും നമുക്കറിയാം. എന്തായാലും നമുക്ക് ഡോക്ടർ ആശയുടെ ആ പരാതി ഒന്ന് വായിക്കാം. ആശ ആച്ചി ജോസഫ്. ഞാൻ ഡോക്ടർ ആശ ആച്ചി ജോസഫ്, തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തെ അതിജീവിച്ച ഒരു സ്ത്രീ. നിഗൂഢമായ ഇടവഴിയിലോ ഇരുണ്ടതും ഒറ്റപ്പെട്ടതുമായ സ്ഥലത്തോ അല്ല, സർക്കാർ ഉടമസ്ഥതയിലുള്ള പുരോഗമന മൂല്യങ്ങൾ അവകാശപ്പെടുന്ന സാംസ്കാരിക സ്ഥാപനമായ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ചുമതല നിർവഹിക്കുമ്പോഴാണ് ഞാൻ അപമാനിക്കപ്പെട്ടത്. 2025 കേരള രാജ്യാന്തര ചലച്ചിത്രമേള IFFK സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷനും മലയാള സിനിമയിലെ അറിയപ്പെടുന്ന നിർമ്മാതാവും സംവിധായകനും കൈരളി TV മുൻ ഡയറക്ടറും ഗുരുവായൂർ മുൻ MLA-യുമായ PT കുഞ്ഞു മുഹമ്മദ് ആണ് എനിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയത്. അതിക്രമം ഒരുവിധ തെറ്റിദ്ധാരണയുടെയും ഭാഗമല്ല, ഒറ്റപ്പെട്ട പെരുമാറ്റ ദൂഷ്യവുമല്ല. സ്വന്തം സ്ഥാനത്തിന്റെ അധികാരപരമായ നേട്ടം എന്താണെന്ന് അറിയുന്ന ഒരാൾ ബോധപൂർവം ചെയ്ത പ്രവൃത്തിയാണ്. ഇര, അതിജീവിത എന്നീ പദങ്ങൾ എനിക്ക് നേരെ ഉപയോഗിക്കുമ്പോൾ വ്യക്തി എന്ന എൻ്റെ ഏറ്റവും അടിസ്ഥാന അവകാശം പോലും മായ്ച്ചു കളയാൻ സമൂഹം ശ്രമിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. സംരക്ഷണത്തിൻ്റെയോ സുരക്ഷയുടെയോ പേരിൽ ഒരു സ്ത്രീയും നിശബ്ദയാക്കപ്പെടാൻ പാടില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. 30ാമത്തെ IFFK മലയാളം സിനിമ ഇന്ന് വിഭാഗത്തിൽ സെലക്ഷൻ കമ്മിറ്റി അംഗമാകാൻ ചലച്ചിത്ര അക്കാദമിയുടെ ഔദ്യോഗിക ക്ഷണം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. എൻ്റെ അനുഭവ പരിചയവും വൈദഗ്ധ്യവും പരിഗണിച്ചായിരുന്നു ക്ഷണം. 3 ദശാബ്ദങ്ങളായി ഡോക്യുമെന്ററിയും ഹ്രസ്വചിത്രങ്ങളും സംവിധാനം ചെയ്യാൻ, ടെലിവിഷൻ പരിപാടികൾ നിർമ്മിക്കുകയും ഫീച്ചർ സിനിമകൾ സഹകരിക്കുകയും സിനിമയ്ക്കും ടെലിവിഷനും ഏർപ്പെടുത്തിയിട്ടുള്ള കേന്ദ്ര സംസ്ഥാന അവാർഡുകൾ, രാജ്യാന്തര സ്കോളർഷിപ്പുകൾ എന്നിവ നേടുകയും ചലച്ചിത്ര അധ്യാപികയായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിച്ച രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചലച്ചിത്ര മേളയിൽ IADFSK സെലക്ഷൻ കമ്മിറ്റിയെ നയിക്കുകയും റിസർച്ച് ഫെലോഷിപ്പ് ജൂറിയിൽ അംഗമാകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ എൻ്റെ വിദ്യാർത്ഥികൾ തിരക്കഥ എഴുതി ഞാൻ സംവിധാനം ചെയ്ത പല്ലമ്മ സിനിമയുടെ നിർമ്മാണത്തിനൊപ്പം നിന്നത് പൂർവ്വ വിദ്യാർത്ഥിയും സംവിധായകനുമായ ജിയോ ബേബിയും കൂട്ടുകാരുമാണ്. എൻ്റെ പങ്കാളിയോടും മകളോടും സഹോദരങ്ങളോടുമൊക്കെ സംഭവം പങ്കുവയ്ക്കാൻ എനിക്ക് സമയം വേണ്ടി വന്നു. പരാതി കൊടുക്കുന്നില്ലേ എന്നായിരുന്നു മകളുടെ ആദ്യ ചോദ്യം. ഈ അനുഭവം പരാതിയിൽ ഒതുങ്ങുമോ എന്ന ചോദ്യം എൻ്റെ ഉള്ളിൽ ആകാംക്ഷ വർദ്ധിപ്പിച്ചു. നിരാശാ വലയത്തിൽ അകപ്പെട്ടെങ്കിലും ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടെ നവംബർ 24 മുഖ്യമന്ത്രിക്ക് സംഭവം വിവരിച്ചുകൊണ്ട് രഹസ്യ കത്ത് എഴുതി. നാലു ദിവസത്തിനകം 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി FIR ഉടൻ ഫയൽ ചെയ്യുമെന്ന് അറിയിച്ചു. ഇതിനിടെ അക്കാദമി ഭാരവാഹികൾ ഫോണിലൂടെ ദുഃഖവും ഐക്യദാർഢ്യവും അറിയിച്ചു. പ്രതിയെ IFFK-യിൽ നിന്ന് അകറ്റി നിർത്തും, വിവര പുസ്തകത്തിൽ പേരുൾപ്പെടുത്തില്ല, ചലച്ചിത്ര മേഖലയിൽ ലൈംഗിക അതിക്രമത്തിനെതിരെ 0 ടോളറൻസ് പ്രഖ്യാപിക്കുക എന്നിവ ഇങ്ങനെ വാഗ്ദാനങ്ങൾ ഏറെയായിരുന്നു. വിചിത്രം എന്ന് പറയട്ടെ, ഡിസംബർ 8 ചാനലുകളിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴും FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അതിനിടയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും പിന്നാലെ IFFK-യും നടന്നു. എൻ്റെ ശബ്ദം ഉയരാതിരിക്കാനാണോ നിങ്ങൾ വേഗത്തിലായെന്ന് ചോദിക്കാതെ വയ്യ. സംഭവത്തിന് ശേഷം ചിലർ നിശബ്ദതയെ സുരക്ഷമയായി നിർവചിക്കാൻ ശ്രമിച്ചു, ഉപദേശിച്ചു. നിന്റെ നന്മയ്ക്കായി മിണ്ടാതിരിക്കുക, കാര്യങ്ങൾ സങ്കീർണമാക്കരുത്, സംരക്ഷണം ലഭിക്കും. പക്ഷേ മിണ്ടാതിരിക്കുക എൻ്റെ അന്തസ്സിനുമേൽ നടക്കുന്ന 2ാമത്തെ അതിക്രമമായി എനിക്ക് തോന്നി. 2017 ഫെബ്രുവരി 17 സഹപ്രവർത്തക ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഞാൻ ഉൾപ്പെടുന്ന WCC എന്ന സിനിമയിലെ സ്ത്രീകൂട്ടായ്മ ശബ്ദമുയർത്തിയത് 9 വർഷങ്ങൾക്കിടപ്പുറം തൊഴിൽ സ്ഥാനത്ത് ഞാൻ അപമാനിക്കപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഭേദപ്പെട്ട സാഹചര്യമുള്ള എന്നെ പോലെയുള്ള ഒരാൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മറ്റു സ്ത്രീകളുടെയും വൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ എന്തൊക്കെ അതിക്രമങ്ങൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് നീതി ഇന്നും എത്ര ദൂരെയായിരിക്കുന്നത്? പാർവതി തിരുവോത്തിനെയും പത്മപ്രിയയെയും റീമ കല്ലിങ്കനെയും അവരുടെ പ്രശസ്തരല്ലാത്ത ഒട്ടേറെ സിനിമാ പ്രവർത്തകയും മാറ്റി നിർത്താനും പാഠം പഠിപ്പിക്കാനും നിരന്തരമായ ചങ്കുറ്റം ആണധികാരത്തിന് എവിടെ നിന്ന് കിട്ടുന്നു? ഈ സമൂഹത്തിന്റെ ഭാഷ എത്ര വേഗത്തിലാണ് മാറുന്നത്? അതിക്രമം വിവാദമാകുന്നു, പരാതി ഒത്തുതീർപ്പാകുന്നു, അതിജീവിത സാഹചര്യമാകുന്നു. ഇത്തരം മായ്ച്ചു കളയലിന് ഞാൻ തയ്യാറല്ല. അതിക്രമം റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറ്റവാളി അടുത്ത ഔദ്യോഗിക കർത്തവ്യവും ഏറ്റെടുക്കാൻ ഭയപ്പെടുമായിരുന്നോ? ഈ സംഭവം ഇയാളെ ഊണിലും ഉറക്കത്തിലും പിന്തുടരുകയായിരുന്നോ? എളുപ്പമായതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്. നിശബ്ദത എൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട 2ാമത്തെ അതിക്രമമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ഒരു സ്ഥാപനവും വ്യക്തമായി
പറയാത്ത ഒരു കാര്യം ഞാൻ പറയട്ടെ. നിങ്ങൾ പാലിക്കാൻ കടപ്പെട്ടവരല്ല, നിശബ്ദത പാലിക്കാൻ കടപ്പെട്ടവരല്ല. തെളിവുകൾ സമർപ്പിക്കേണ്ടത് എൻ്റെ ജോലിയല്ല. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനും ഉണ്ടായാൽ നിയമപ്രകാരം പരിഹരിക്കാനുമുള്ള ബാധ്യത അധികാരികളുടേതാണ്. തൊഴിലിടത്തിലെ ലൈംഗികാതിക്രമത്തിനെതിരായ നിയമം പറയുന്നത് തടയൽ, നിരോധിക്കൽ, പരിഹരിക്കൽ എന്നാണ്. ആദ്യത്തെ രണ്ടിനും കഴിയാത്ത വ്യവസ്ഥിതിക്ക് പരിഹാരം നൽകാനും കഴിയില്ല. ഇനി എന്തു ചെയ്യണമെന്ന് ചോദിക്കുന്ന അധികൃതർക്കുള്ള എൻ്റെ മറുപടി ലളിതം: നിങ്ങളുടെ ജോലി ചെയ്യുക. വാർത്തകളിൽ ഇടം പിടിക്കുന്ന കേസുകളിൽ മാത്രമല്ല, നിങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന ഓരോ സ്ത്രീക്കും ഒത്തുതീർപ്പിനായി സമീപിച്ചവരോടും പറയട്ടെ, ദയവായി ആ അപമാനത്തിൽ നിന്ന് എന്നെ ഒഴിവാക്കുക. കേരള സമൂഹത്തോട് ഞാൻ സഹതാപമല്ല, ഐക്യദാർഢ്യം അഭ്യർത്ഥിക്കുന്നു. അതിജീവിച്ചവർ പരിപൂർണതായിരിക്കണമെന്നില്ല. വിധികൾക്കായി കാത്തു നിൽക്കാത്ത ധാർമ്മിക വ്യക്തതയുള്ള ഐക്യദാർഢ്യം വേണം. ഒരു സ്ത്രീ പരസ്യമായി സംസാരിക്കുന്ന രഹസ്യവാതിലുകൾ എല്ലാം അടഞ്ഞതിന് ശേഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഐക്യദാർഢ്യം. സ്ഥാപനങ്ങളോടും സംസ്ഥാനങ്ങളോടും എനിക്ക് ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ ഈ സംഭവം എങ്ങനെ അനുവദിച്ചു? നിയമം ആവശ്യപ്പെട്ടിട്ടും തൊഴിലിടങ്ങളിൽ ലൈംഗികാതിക്രമം എന്തുകൊണ്ട് നടന്നില്ല? കുറ്റാരോപിതരെ അധികാര സ്ഥാനങ്ങളിൽ തുടരാൻ അനുവദിക്കുമ്പോൾ അതിജീവിച്ചവരോട് ഒതുങ്ങിക്കൂടാൻ പറയുന്നത് എന്തുകൊണ്ട്? പരസ്യമായ സാക്ഷ്യപ്പെടുത്തലുകൾ ഭീഷണിയായി കാണുന്നത് എന്തുകൊണ്ട്? സംരക്ഷണം എന്നത് സ്ത്രീകളെ നിശബ്ദരാക്കുകയല്ല. സംരക്ഷണം എന്നത് ലൈംഗികാതിക്രമം തടയാനും നിരോധിക്കാനും പരിഹരിക്കാനുമുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കലാണ്. സംരക്ഷണം എന്നത് കുറ്റാരോപിതരെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ്. സംരക്ഷണം എന്നത് പ്രതിരോധ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്നതാണ്. ചരിത്രത്തിൽ നിന്നും മായ്ക്കപ്പെടാൻ ഞാൻ തയ്യാറല്ല. നിശബ്ദത ഒരിക്കലും പുരുഷാധിപത്യത്തെ തകർത്തിട്ടില്ല. ധൈര്യവും ധാർമ്മിക വ്യക്തിത്വവും മാത്രമാണ് മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. എൻ്റെ ശബ്ദം നാളെ മറ്റൊരു സ്ത്രീക്ക് സംസാരിക്കാനുള്ള ഭയം കുറച്ചുകൂടി കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ ഞാനിത് പറയുന്നത്. സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നവർ അതിൻ്റെ ഉത്തരവാദിത്തം ഏൽക്കണം എന്ന ആവശ്യമുയർത്താൻ കൂടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതായത് ഡോക്ടർ ആശ അച്ചി ജോസഫ് തന്റെ അനുഭവം, അതായത് PT മുഹമ്മദിനെ, കുഞ്ഞു മുഹമ്മദിന്റെ അടുത്തുണ്ടായുള്ള ലൈംഗിക അതിക്രമത്തെ പച്ചയായി കൃത്യമായി വിവരിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആശ ഈ നമ്മുടെ WCC അംഗങ്ങൾ ഒരു പരാതി കൊടുക്കുകയും അങ്ങനെ അമ്മായി എന്ന സംഘടനയ്ക്കെതിരെയുള്ള പല പ്രമുഖരായ ആളുകൾക്കെതിരെ ആ പരാതിയിൽ പരാമർശം ഉണ്ടാകുകയും അതിനെ തുടർന്ന് ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ റിപ്പോർട്ട് 4.5 കൊല്ലം പൂഴ്ത്തിവെക്കുകയും ചെയ്ത ഗവൺമെന്റാണ് ഇവർ. അതിൽ ഏകദേശം 36ഓളം ബലാത്സംഗങ്ങളുടെ നിരവധി പെൺകുട്ടികളെ മൊഴികളുടെ ഉണ്ടായിരുന്നു. 92ഓളം പരാതികൾ ഉണ്ടായിരുന്നു. ആ 92 പരാതികളിൽ പലതും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ കട്ട് ചെയ്തിട്ടാണ് പത്രപ്രവർത്തകർക്ക് അതിന്റെ വിവരാവകാശ രേഖ കൊടുത്തത്. അതിനർത്ഥം എന്താണ്? ഈ മന്ത്രി സജി ചെറിയാന്റെ പേരിൽ വലിയ ആരോപണം വന്നു. ഇത് പൂഴ്ത്തിവെക്കാൻ അദ്ദേഹത്തിന് ചില പെൺകുട്ടികളെ, സിനിമാ നടികളെ എത്തിച്ചു കൊടുക്കേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായി. അല്ലെങ്കിൽ അദ്ദേഹം പറയണം എന്തുകൊണ്ടാണ് പൂഴ്ത്തിവെച്ചത് എന്നുള്ളത്. അങ്ങനെ പൂഴ്ത്തിവെച്ച് അട്ടിമറിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നീട് ഹൈക്കോടതി ഇടപെട്ടിട്ട് കേസെടുക്കേണ്ട ഗതികൾ വന്നത്. ആ കേസുകളെല്ലാം തന്നെ പല കേസുകളും പിൻവലിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈവൻ മോഹൻലാലിനെതിരെ പോലും ഒരു കേസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതെല്ലാം തന്നെ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. പണവും സ്വാധീനമുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമങ്ങളൊന്നും പിണറായി വിജയന് മുന്നിൽ വലിയ പ്രശ്നമല്ല. അതേസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലുള്ള കേസുകൾ, കള്ളക്കേസുകൾ, എനിക്കെതിരെയുള്ള കള്ളക്കേസുകൾ, ഇതൊക്കെ പിണറായി വിജയൻ നിമിഷനേരം കൊണ്ട് പോലീസിനെ ഓപ്പറേറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്യിക്കാനും എല്ലാ സംവിധാനവും ഉണ്ടായിരിക്കെ, എല്ലാ സംവിധാനവും ഒരുക്കാൻ സൗകര്യമുണ്ട്, സമയമുണ്ട്, അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള സമയമുണ്ട്. എന്നിട്ട് വിളിച്ചു പറയും ഞാൻ അതിജീവിതകളോടൊപ്പമാണ്, ഇവിടെയുള്ള പാവപ്പെട്ട സ്ത്രീകളോടൊപ്പമാണ്, അവരെ അതിക്രമങ്ങൾ ഉണ്ടായാൽ ഓൺ ദ സ്പോട്ട് ആക്ഷൻ ഉണ്ടാകും. എന്ത് മണ്ണാങ്കട്ടയിലെ നീതിയാണ് പിണറായി വിജയൻ നടത്തുന്നത്? ഇരട്ട നീതി. അതായത് പാർട്ടിക്കുള്ളിലുള്ള ആളുകളെയും തനിക്ക് സ്വാധീനമുള്ള ആളുകളെയും അവരെന്ത് വൃത്തികേട് കാണിച്ചാൽ, ബലാത്സംഗം ചെയ്താലും പോക്സോ കേസിൽ പെട്ടാലും അവരെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ എല്ലാ തരത്തിലും നിയമം ദുരുപയോഗിച്ചു. എന്നാൽ കള്ളക്കേസ് എടുക്കാൻ, എതിരാളികളെ കള്ളക്കേസ് എടുക്കാൻ എല്ലാ തരത്തിലും പ്രവർത്തിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് സത്യം. അതിന്റെ യഥാർത്ഥ പച്ചമയായ ഒരു ലേഖനമാണ് മനോരമ പത്രത്തിൽ നിന്ന് ഡോക്ടർ ആശ അച്ചി ജോസഫ് എഴുതിയിരിക്കുന്നത്. ഇതുപോലെ നിരവധി യുവതികൾ സധൈര്യം മുന്നോട്ട് വരണം, ഫൈറ്റ് ചെയ്യണം. അതിനെല്ലാ പിന്തുണയും ക്രൈമിന്റെ ഉണ്ടാകും എന്നുകൂടി പറയുകയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നന്ദി, നമസ്കാരം.